തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ മോഷണത്തിനിടെ ഉറങ്ങിപ്പോയ കള്ളൻ പിടിയിൽ. വെള്ളറട കോവിലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് കള്ളനെ കയ്യോടെ പിടികൂടിയത്. നിരവധി മോഷണ കേസിലെ പ്രതിയായ തമിഴ്നാട് സ്വദേശി സെന്തിലാണ് പിടിയിലായത്. ക്ഷീണത്തെ തുടർന്ന് മോഷണത്തിനിടെ ഒന്ന് ഉറങ്ങിപ്പോയതാണ്. പിന്നെ രാവിലെ ആളുകൾ വന്ന് വിളിച്ചപ്പോഴാണ് ഉണരുന്നത്. രാവിലെയാണ് മോഷണത്തിനിടെ സുഖമായി ഉറങ്ങിപ്പോയ കള്ളനെ ക്ഷേത്രത്തിലെ തിടപ്പള്ളിക്കുള്ളിൽ നിന്ന് പിടികൂടിയത്. വെള്ളറട കോവിലൂർ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ പൂജാരി എത്തിയപ്പോഴാണ് ക്ഷേത്രനട കുത്തിത്തുറന്ന നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് കമ്മിറ്റി ഭാരവാഹികളെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. ഇവർ നടത്തിയ പരിശോധനയിലാണ് തിടപ്പള്ളിക്കുള്ളിൽ കള്ളൻ കിടന്നുറങ്ങുന്നതായി കണ്ടെത്തിയത്. തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശിയായ സെന്തിലാണ് അർദ്ധരാത്രിയിൽ മോഷണശ്രമത്തിനിടെ തിടപ്പള്ളിയിൽ കിടന്നുറങ്ങിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പക്കെട്ടുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ നട തുറക്കാൻ വേണ്ടി പോറ്റി വന്നപ്പോൾ കാര്യാലയത്തിനകത്ത് കസ്റ്റഡിയിൽ ഒരാളിരുന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ പോറ്റി വിചാരിച്ചു അയ്യപ്പക്കെട്ടിൻ്റെ ആരെങ്കിലും ആയിരിക്കും നേരത്തെ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ താക്കോല് പുള്ളി കാലിൽ ചവിട്ടി പിടിച്ചിരുന്നു തറയിൽ. താക്കോലെടുത്ത് പോറ്റി ക്ഷേത്രത്തിൻ്റെ വലിയമ്പലത്തിൻ്റെ നട തുറന്നു. ഒന്നാമത്തെ നട തുറന്ന് രണ്ടാമത്തെ നട തുറക്കാൻ വേണ്ടി നോക്കിയപ്പം അത് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രണ്ടാമത് വീണ്ടും ഈ പുള്ളിയെ വന്ന് കണ്ട് ഇതുപോലെ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഈ പുള്ളി എണീക്കുന്നില്ല. ഇയാൾ ഇങ്ങനെ കസ്റ്റഡിയിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുകയാണ്. സെന്തിലിന് സംസാരശേഷിയില്ല. മോഷണശ്രമത്തിനിടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണെന്നാണ് സെന്തിൽ പോലീസിനെ പേപ്പറിൽ എഴുതി അറിയിച്ചത്. നിരവധി മോഷണക്കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ഏറ്റവും ഒടുവിൽ പാലക്കാടാണ് സെന്തിലിനെതിരെ മോഷണക്കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ഥിരമായ ക്ഷേത്രങ്ങളും മറ്റ് ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചാണ് സെന്തിലിന്റെ മോഷണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.